നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളരിക്കുണ്ട് താലൂക്കിൽ നേരിയ ഭൂചലനം. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൽ, കൊട്ടോടി ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം. ദേശീയപാതയിൽ പടന്നക്കാട് വാഹനാപകടത്തിൽ 2 പേരുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശികളായ ആഷിഖ്, തൻവീർ എന്നിവരാണ് മരിച്ചത്. നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ബോധവത്കരണം നടത്തുമെന്ന് ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് അരയിപ്പുഴക്കരയിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ആളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി. ഓട്ടോറിക്ഷയിൽ എത്തി മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ ഇയാളെ പിടികൂടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ പിഴ ഈടാക്കി. വന്യമൃഗഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ബോവിക്കാനത്ത് 12 മണിക്കൂർ ഉപവാസം നടത്തി MP. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനിയിൽ തുറന്നു. ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. കോട്ടപ്പാറ വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിൽ ഉറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. വെള്ളരിക്കുണ്ട് താലൂക്കിൽ നേരിയ ഭൂചലനം. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൽ, കൊട്ടോടി ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ നേരിയ ഭൂചലനം. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് പുലർച്ചെ 1:35 ഭൂചലനമുണ്ടായത്. ഒപ്പം അസാധാരണ ശബ്ദവുമുണ്ടായി. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൽ, കൊട്ടോടി, പാലംകല്ല് ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. 5 സെക്കൻഡ് അസാധാരണ ശബ്ദവും കേട്ടതായി നാട്ടുകാർ പറയുന്നു. ചുള്ളിക്കര, കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കോടി. പ്രഭവ കേന്ദ്രം അറിവായിട്ടില്ല. കോടോംബേളൂർ, വെസ്റ്റളേരി, കിടാനൂർ, കരിന്തളം, ബളാൽ പഞ്ചായത്തുകളിൽ വലിയ മുഴക്കമുണ്ടായി. വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. ദേശീയപാതയിൽ പടന്നക്കാട് വാഹനാപകടത്തിൽ 2 പേരുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശികളായ ആഷിഖ്, തൻവീർ എന്നിവരാണ് മരിച്ചത്. നീലേശ്വരം ഭാഗത്ത് നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം വിട്ട് മറ്റൊരു ലോറിയിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നാടിനെ നടുക്കി ദേശീയപാതയിൽ പടന്നക്കാട് മേൽപ്പാലത്തിന് സമീപമുണ്ടായ വാഹനാപകടം. നാഷണൽ പെർമിറ്റ് ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് 2 ജീവനുകൾ. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ ആഷിഖ്, വടകരമുക്കിലെ തൻവീർ എന്നിവരാണ് മരിച്ചത്. നീലേശ്വരം ഭാഗത്തു നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം വിട്ട് മറ്റൊരു ലോറിയിലും റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ലോറിക്കടിയിൽ കുടുങ്ങിപ്പോയിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഹോസ്ദുർഗ് പോലീസും കാഞ്ഞങ്ങാട് നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്നാണ് ലോറിക്കടിയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. അപ്പോഴേക്കും 2 പേരും മരണപ്പെട്ടിരുന്നു. ലോറി ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ബോധവത്കരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലാശയങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയും സാധാരണക്കാരുടെ കുടിവെള്ളം മുട്ടിക്കുകയും ചെയ്യുന്ന നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാത പദ്ധതിയെ നിയമപരമായും ജനകീയ സമരം വികസിപ്പിച്ചും എതിർക്കുക എന്ന നിലപാടാണ് മുന്നണിക്കുള്ളതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ജനകീയ മുന്നണി കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും പ്രാദേശിക ഭാഷാഭേദങ്ങൾക്കും അതീതമായി പദ്ധതിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനായി ഉദ്ദേശിച്ചാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇരകളെയും കുടിയിറക്കൽ നയത്തോട് എതിർപ്പുള്ള മുഴുവൻ ആളുകളെയും സമരത്തിന്റെ ഭാഗമാക്കുമെന്നും ജനകീയ മുന്നണി ഭാരവാഹികൾ അറിയിച്ചു. ഈ ജലപാത എന്ന് പറയുന്ന 600 കിലോമീറ്റർ പ്ലസ് ഉള്ള ഈ ജലപാതയിൽ ഏതാണ്ട് കുറെ കിലോമീറ്റർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിന് 1000 കോടി രൂപ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ വരുമാനം, എന്താണ് ഏത് തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്,
അതൊക്കെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. അതിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൊണ്ടുള്ള പുരോഗതിയും അതുകൊണ്ട് നാട്ടിലുണ്ടായ പുരോഗതിയൊക്കെ കണക്ക് വെച്ചിട്ടില്ലേ ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് വേണ്ടത്. അതെല്ലാം ചെയ്യും. അതിനെപ്പറ്റി യാതൊരു സംസാരവും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പ്രൊജക്ട് അറിഞ്ഞിടത്തോളം 1991 വിവരാവകാശ പ്രകാരം ആരാണ് ചോദിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രകൃതി ലോല പ്രദേശമായതുകൊണ്ട് ഈ പ്രൊജക്ട് ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര പ്രൊജക്ട് ഒഴിവാക്കിയ പ്രൊജക്റ്റാണ്. പദ്ധതി പ്രദേശത്തും പുറത്തും ഗൃഹസദസ്സുകളും ചർച്ചകളും കോർണർ യോഗങ്ങളും സംഘടിപ്പിക്കും. പദ്ധതി പ്രദേശത്ത് കാൽനട പ്രചരണ ജാഥയും കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ വിശ്വശില്പി കാനായി കുഞ്ഞിരാമൻ, TKP നായർ, കമാൻഡർ ദാമോദരൻ, HK പ്രശാന്ത്, ഹരികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അരയിപ്പുഴയിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ആളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി. ഓട്ടോറിക്ഷയിലെത്തി മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ ഇയാളെ പിടികൂടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ പിഴ ഈടാക്കി. 15,000 രൂപയാണ് പിഴ ഈടാക്കിയത്. പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കാൻ ആളുകൾ എത്തിയിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രദേശം. ഒരിടവേള. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. വന്യമൃഗഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ബോവിക്കാണത്ത് 12 മണിക്കൂർ ഉപവാസം നടത്തി MP.
മനുഷ്യജീവനും കാർഷിക വിളകൾക്കും ഭീഷണിയായ വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കാത്ത കേരള സർക്കാരുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉപവാസം നടത്തി. കാസർഗോഡ് മുളിയാർ ബോവിക്കാനത്ത് നടന്ന ഉപവാസ സമരം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം കൂടി വരുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കേരള സർക്കാരുകൾ വിഷയത്തിൽ വേണ്ടവിധം ഇടപെടുന്നില്ലെന്നും ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുലികൾ പല സ്ഥലത്തും പട്ടികളെ കൊന്നു തിന്നതായിട്ടും മൃഗങ്ങളെ ആക്രമിക്കുന്നതായിട്ടും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ പുലി കാസർഗോട്ട് ഒരു വലിയ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൃഗങ്ങളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന പുലി എപ്പോഴാണ് മനുഷ്യനെ ആക്രമിക്കുക എന്നുള്ളത് പറയാനാവില്ല. ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലാണ് കാസർഗോട്ടെ ജനങ്ങൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മൂളിയാർ, കാർഡുക്ക, അതുപോലെ തന്നെ എളേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ജനങ്ങൾ നേരിട്ട് കണ്ടു, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പരാതിപ്പെട്ടിട്ട് യാതൊരു വിധമായ നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു സമരപരിപാടിക്ക് ആസൂത്രണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കാസർഗോഡുകാർ ഉൾപ്പെടെ ജീവിക്കുന്നുവെന്നും വനസംരക്ഷണ നിയമം പരിഷ്കരിക്കുന്നില്ലെന്നും എന്നാൽ ഇന്ത്യയുടെ ഭരണഘടന വരെ തിരുത്തിയെഴുതുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനിയിൽ തുറന്നു. ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ച വിദേശ മദ്യ വിൽപ്പനശാല നാട്ടുകാരിൽ ഒരു വിഭാഗം എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും മറ്റും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ CPM പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. രമ്യമായി പരിഹരിക്കാനാവാതെ വന്നതോടെ വിൽപ്പനശാല അടച്ചിടുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങിയ മദ്യവിൽപ്പനശാല ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവും പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറുവത്തൂർ ഏരിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല. ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. ചീമേനി ടൌണിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് 6 മാസത്തോളമായി സമരം നടത്തിവരികയായിരുന്നു. അതേസമയം ടൌണിലെ ഒരു ആരാധനാലയത്തിൽ നിന്നും വേണ്ട അകലം പാലിച്ചല്ല തുറന്നതെന്ന ആക്ഷേപവുമായി കർമ്മസമിതി ഭാരവാഹികൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിയമങ്ങളും നിബന്ധനകളും കർശനമായി പാലിച്ചാണ് കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല തുറന്നിട്ടുള്ളതെന്നും ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു. കീഴിലാണ് ചീമേനിയിലെ വിദേശ മദ്യശാല ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി അതിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത്. പാർക്കിംഗ് ഏറിയിട്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ തന്നെ ഇത്രയും വിശാലമായൊരു പാർക്കിംഗ് മറ്റ് വിദേശ മദ്യഷോപ്പിന് സർക്കാരിൻ്റെ വിദേശ മദ്യഷോപ്പിൽ ഉണ്ടാകും തോന്നുന്നില്ല. അത്രയും നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാം സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നാട്ടുകാരുടെ സഹകരണം വേണം. കാരണം സർക്കാരിൻ്റെ ഒരു നയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കോട്ടപ്പാറ വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലുറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ആയിരങ്ങൾക്ക് ദർശനപുണ്യം നൽകി ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എല്ലാ ദിവസവും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. കളിയാട്ട ദിനത്തിൽ വിഷ്ണുമൂർത്തി, ചാമുണ്ടിയമ്മ, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഉറഞ്ഞാടി. തെയ്യക്കോലങ്ങൾ ഭക്തരെ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് വടക്കേൻ ബലി, തേങ്ങയേറ് ചടങ്ങുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കവിയും നോവലിസ്റ്റും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭന് ഈ വർഷത്തെ ഭാഷാശ്രീ UA ഗാദവ് കവിതാ പുരസ്കാരം ലഭിച്ചു.
നാലപ്പാടം പത്മനാഭന്റെ കാവ്യപ്രകാശം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഫെബ്രുവരി 12-ന് പേരാമ്പ്രയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ഒരിടവേള. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. സ്വധർമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ചികിത്സാ സഹായ വിതരണവും നടന്നു. കാസർഗോഡിന്റെ സാമൂഹിക മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സ്തുത്യർഹമായ സേവാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സന്നദ്ധ സേവാ പ്രസ്ഥാനമാണ് സ്വധർമ്മ ചാരിറ്റബിൾ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങും ചികിത്സാ സഹായ വിതരണവും നടന്നു. മാവുങ്കാൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ ആർക്കിടെക്റ്റും സാമൂഹ്യ പ്രവർത്തകനുമായ കെ ദാമോദരൻ മാവുങ്കാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ഈ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. വലിയ ഈ സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്യുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി. അതിന് 1500ഓളം മെമ്പർമാർ അവർക്കുണ്ട്. അതിലൊരു മെമ്പർ 100 രൂപയാണ് കൊടുക്കുന്നത്. ഒരു പാവപ്പെട്ടവർക്ക് പെട്ടെന്ന് അസുഖം വരികയാണെങ്കിൽ എല്ലാവരും 100 രൂപ അയച്ചു കൊടുക്കും. ഇപ്പോൾ 1.5 ലക്ഷം രൂപ. വലിയൊരു കാര്യമാണ്. ഞാൻ ഈ സ്വധർമ്മത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു വൈഷ്ണവം പരിപാടി വാഴക്കോട് അമ്പലത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ സ്വധർമ്മയുടെ ബോർഡൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു തലത്തിലേക്ക് അവർ പോകും എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹികൾ. ഇവരാണ് യഥാർത്ഥത്തിൽ ഈശ്വരനിൽ എത്തുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ മികച്ച പ്രഭാഷണം നടത്തി ഏവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ യുവപ്രതിഭ കാശിഷ് മുകേഷ്, ബാലതാരവും JC ഡാനിയേൽ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭ മഹിപാൽ, ദേശീയ തായ്ക്കൊണ്ടോ ചാമ്പ്യൻ അമൻ രാജ് PP, ഇന്റർനാഷണൽ അബാക്കസ് ചാമ്പ്യൻ ഉജിത ഉണ്ണികൃഷ്ണൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സ്വധർമ്മ കാസർഗോഡ് പ്രസിഡന്റ് സുരേഷ് സൗപർണിക അധ്യക്ഷത വഹിച്ചു. സ്വധർമ്മ കാസർഗോഡ് രക്ഷാധികാരി ബാലകൃഷ്ണൻ ബാര, പൊതുപ്രവർത്തകൻ ഗണപതി ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ബാബു P സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രസാദ് മിഥില നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പേരളം മധുരക്കാടിടയിൽ വീട് താണത്ത് വളപ്പ് തറവാട് പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. കളിയാട്ട മഹോത്സവം 10-11 തീയതികളിൽ നടക്കും.
മടിയൻ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ അമരഭൂമിയിൽ അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം 4 അവകാശികളിൽ പുള്ളിക്കരിങ്കാളി അമ്മയുടെ നർത്തക സ്ഥാനവും വിളക്കും തളിക അവകാശവും നടത്തിവരുന്ന തറവാടാണ് പെരളം മധുരക്കാട് ഇടയിൽ വീട് താനത്ത് വളപ്പ് തറവാട്. അഷ്ടമംഗല പ്രശ്നചിന്ത പ്രകാരം തറവാട്ടിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം സ്ഥാനികരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. തറവാട് കളിയാട്ട മഹോത്സവം 10-11 തീയതികളിൽ നടക്കും. 10-ന് അന്തിയണങ്ങം ഭൂതം കാർന്നോൻ തെയ്യം അരങ്ങിലെത്തും. 11-ന് പുലർച്ചെ പൊട്ടൻ തെയ്യം, തുടർന്ന് രക്തചാമുണ്ഡിയമ്മ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി, കുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. 3 ദിവസങ്ങളിലായി മാവുങ്കാൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. സമാപന ദിവസം ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. വൈകുന്നേരം അതിപുരാതനവും പ്രാചീന ആചാരവിധിപ്രകാരവുമുള്ള വടക്കേൻ ബലി ചടങ്ങ് നടന്നു. രാത്രിയിൽ നടന്ന വിളക്കിലരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം നാരന്തട്ട് തറവാട് പ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന് സമാപനമായി. നാരന്തട്ട ചാമുണ്ടി അമ്മയുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാവണീശ്വരം നാരന്തട്ട് തറവാട് പ്രതിഷ്ഠ കലശ മഹോത്സവത്തിന് സമാപനമായി. നാരന്തട്ട ചാമുണ്ടി അമ്മയുടെ പ്രതിഷ്ഠ ചടങ്ങ് നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ഫെബ്രുവരി 11-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ്, തറവാട് കുടുംബാംഗങ്ങൾക്കുള്ള ഭണ്ഡാര വിതരണം, രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ടി അമ്മയുടെ തിടങ്ങൽ, 9 മണിക്ക് പൊട്ടൻ തെയ്യം കൂടൽ, തുടർന്ന് നാരന്തട്ട തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ ഫെബ്രുവരി 12-ന് പൊട്ടൻ തെയ്യം നാരന്തട്ട ചാമുണ്ടി അമ്മ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വെള്ളരിക്കുണ്ട് താലൂക്കിൽ നേരിയ ഭൂചലനം. ബിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൽ, കൊട്ടോടി ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം. ദേശീയപാതയിൽ പടന്നക്കാട് വാഹനാപകടത്തിൽ 2 പേരുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശികളായ ആഷിഖ്, തൻവീർ എന്നിവരാണ് മരിച്ചത്. നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ബോധവത്കരണം നടത്തുമെന്ന് ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് അരയിപ്പുഴക്കരയിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ആളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി. ഓട്ടോറിക്ഷയിൽ എത്തി മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാർ ഇയാളെ പിടികൂടിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ പിഴ ഈടാക്കി. വന്യമൃഗഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോവിക്കാനത്ത് 12 മണിക്കൂർ ഉപവാസം നടത്തി MP. ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനിയിൽ തുറന്നു. ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. കോട്ടപ്പാറ വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിൽ ഉറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.